ഭഗവാൻ കോപിച്ചാലും ഗുരു രക്ഷപ്പെടുത്തും. ഗുരു കോപിച്ചാൽ ഒരു ഭഗവാനെ രക്ഷിക്കാൻ പറ്റൂല എന്നാണ്. ജനിച്ചാൽ മരിക്കുമെന്നുണ്ടെങ്കിൽ ആ മരിക്കണേക്ക് മുമ്പ് ഈശ്വര സാക്ഷാത്കാരം വേണ്ടേ? 84 ലക്ഷം ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യ ജന്മം കിട്ടണമെന്നാണ്. ജ്യോതിഷം ശരിക്കും പൂർണ്ണമായി ശരിയാണെന്ന് എവിടെയും പറയുന്നില്ലല്ലോ. 100% ഏത് വലിയ ഈശ്വര ഭക്തനും, ഇപ്പൊ ഒരു ഗായത്രി ഉപാസകനാണ്, അയാളുടെ ആ ജ്യോതിഷത്തിലുള്ള ആയുസും കാര്യമൊക്കെ ചിലപ്പോൾ എക്സ്റ്റൻഷൻ ചെയ്ത് മാറിപ്പോകും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാല് എന്റെ ജാതകത്തിൽ 72 വയസ്സ് ശിഷ്ടം ചിന്തിയം. ജ്യോതിഷം നോക്കിയപ്പോൾ അവിടെ ഒരു മരണഘട്ടമുണ്ട്. അപ്പൊ ചിന്തിയം അവിടെ നിർത്തി. ഇപ്പൊ 75 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉപാസന മൂർത്തിയും കാര്യമുണ്ട്. നമുക്കിപ്പോ കുറച്ചാളും കൂടി ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ആയുസ് അധികം സ്വച്ഛന്ത മരണമെന്ന് പറയില്ല. നമ്മളൊരു അന്യരുടെ ആശ്രയത്തിലല്ലാതെ ഈ ശരീരം വിട്ടുവരും. എപ്പോഴായാലും ജനിച്ചാൽ മരിക്കും, അതെല്ലാവർക്കും ഉറപ്പാണ്. പിരമിഡുകൾ വെച്ച് അവിടെ ഈജിപ്തിലെ കാണിച്ചതുപോലെ കാണിക്കാന്നല്ലാതെ ജീവിച്ചിരിക്കൂല ആരും. അപ്പൊ ജനിച്ചാൽ മരിക്കുമെന്നുണ്ടെങ്കിൽ ആ മരിക്കണേക്ക് മുമ്പ് ഈശ്വര സാക്ഷാത്കാരം വേണ്ടേ? അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ കൂട്ടത്തിൽ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞാല്, യമരാജാവിന്റെ ഭക്തനായിട്ടൊരു ആളുണ്ടായിരുന്നു. ഞാൻ ചുരുക്കി പറയണത് മനസ്സിലാക്കാൻ വേണ്ടി. ഇദ്ദേഹം യമരാജാവിനെ ഭജിച്ചു. ഒരു സുപ്രഭാതത്തിൽ യമരാജാവ് പ്രത്യക്ഷപ്പെട്ടു. എന്താ വേണ്ട വരോന്ന് ചോദിച്ചു. എനിക്ക് ആ മരണസമയത്ത് കൃത്യമായൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. ഓ, അത്രേ ഉള്ളു, അധികം തന്നാക്കാന്ന്. യമരാജാവ് ആണുള്ള ജീവൻ കൊണ്ടുപോണ യമദൂതന്മാര് വന്ന് കൊണ്ടുപോകണത്. അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ ദൈനംദിന കൃത്യങ്ങളിലെ ദുരിതങ്ങളും സദ്ഗുണങ്ങളും ഒക്കെ എഴുതി കണക്കൂട്ടി വെക്കണം. ചിത്രഗുപ്തൻ, ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്. അപ്പൊ ഇയാള് ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അർമാദിച്ച് അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. ജീവിച്ച് അവസാന ഘട്ടത്തിൽ ചുരുക്കി പറഞ്ഞാൽ മരണത്തിന്റെ ഘട്ടത്തിലായി. യമരാജാവ് ഒന്നും മെസ്സേജ് വന്നില്ല. ഇയാൾ ആ അവസാന ശ്വാസത്തിൽ യമരാജാവിനെ എന്ന് ഒരു വിളിച്ച് യമരാജാവ് വരും. അങ്ങ് എനിക്ക് സൂചന തരാമെന്ന് പറഞ്ഞല്ല. അവസാനം ഞാൻ തന്നല്ല, നിന്റെ തലമുടിയൊക്കെ നരപ്പിച്ചില്ലേ ഞാൻ, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ല. നിന്റെ പല്ലൊക്കെ കൊഴിച്ചു വന്നില്ലേ, പോയില്ലേ, അപ്പോഴും നിനക്ക് മനസ്സിലായില്ല. നിന്റെ ശരീരത്തിൽ ജരാനരകൾ വന്നില്ലേ, തൊലിയൊക്കെ ചുളുങ്ങിക്കൂടി, അസ്ഥികൾ കൊണ്ട് കൂടുതൽ നടക്കാൻ പറ്റാതെ. ഇതിൽ കൂടുതൽ എന്ത് സൂചനയാണ് ഒരു മനുഷ്യന് തരേണ്ടത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് വയസ്സായിപ്പോ ഇന്നത്തെ ജനറേഷൻ എന്താണ്, തലമുടി അരച്ചാൽ കറുത്ത ചായം വെക്കാം, പല്ല് പോയാൽ വെപ്പല്ല് വെക്കാം. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കാലഘട്ടത്തിന് ചില മാറ്റങ്ങളൊക്കെ ആവശ്യമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതേപോലെ ഈശ്വരഭക്തയായുള്ള ആൾക്ക് ചില കാര്യങ്ങളിൽ ചില ശ്രദ്ധയുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും, ഇല്ലേ? നമ്മളിപ്പോ ഓരോ ഉപാസന മൂർത്തികൾക്കും നമ്മളിപ്പോ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അന്നേരത്തെ ആ ഗ്രഹങ്ങളുടെ അനുസരിച്ചിട്ടാണ് ജാതകം പറയുന്നത്. അപ്പൊ ആ 24 അവേഴ്സിനുള്ളിൽ ഈ ഗ്രഹങ്ങളുടെ പവർ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ വരും. 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ സമയം പറയുന്നുണ്ടെങ്കിൽ അത്ര എഫക്റ്റീവ് ആയില്ല ജാതകം. അപ്പൊ ഫലം മാറിപ്പോകും. അപ്പൊ ആ ഗ്രഹങ്ങളുടെ വ്യാഴമുച്ചത്തിലാണ്. ഇപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം നിന്ന ഗജകേസരി യോഗം എന്ന് പറയും. അപ്പൊ ആ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ കൂടെ ഇന്ന പൊസിഷനിൽ നിന്ന ഫലം ജ്യോതിഷന്മാർ പറയും. പക്ഷെ ചന്ദ്രൻ നീചത്തിലാണ്. ചന്ദ്രൻ ഉണ്ടെങ്കിലും അതിൻ്റെതായ ദുരിതങ്ങൾ വേറെ വരും. അപ്പൊ ഈ നവഗ്രഹങ്ങളും 28 നക്ഷത്രങ്ങളും എത്ര നല്ല രീതിയിൽ നിൽക്കുന്നുവോ അതനുസരിച്ച് അതിന്റെ ഫലങ്ങൾ മാറി മറിഞ്ഞു വരുന്നുകൊണ്ടിരിക്കും. പിന്നെ മന്ത്രം ജപം എന്ന് പറയുമ്പോൾ ഇപ്പൊ മേടൻ രാശി ശരിക്കും നമ്മള് സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുകയാണെങ്കിൽ ശിവന്റെ നല്ല പവർ കിട്ടിയെന്ന് പറയും. സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുക. അപ്പൊ മേടപ്പത്തിനുള്ളിൽ ജനിക്കണ കുഞ്ഞിനെ ആ പവർ കിട്ടുള്ളൂ. പക്ഷെ മേടത്തിന്റെ ദിവസങ്ങളൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൊല്ലവർഷം ഉണ്ടാക്കിയത് കൊല്ലത്ത് വെച്ചാണ്. അത് ഇത്ര കൊല്ലത്തിന് മുമ്പ് കൊല്ലം വരുന്ന കേരളത്തിന്റെ വലിയ വ്യാപാര കേന്ദ്രങ്ങളൊക്കെ. അപ്പൊ അവിടെ വെച്ച് കൂടിയപ്പോ ഇത്ര വർഷം 12 വർഷം കഴിയുമ്പോൾ ഇത്ര ദിവസം മാറ്റണമെന്നൊരു ടൈം ഉണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പൊ പഞ്ചാംഗക്കാരും മാറ്റിയിട്ടില്ല. രാവും പകലും തുല്യമായി വിഷുഫലത്തിൽ വരണമെന്നാണ്. അപ്പൊ 30 വിനാഴിക പകലും 30 വിനാഴിക രാത്രിയും ഇപ്പത്തെ മേടം ഒന്നിന് വരുന്നില്ല. കാരണം മാറ്റങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് സമയത്തിനും കാലാവസ്ഥക്കും മാറി. കർക്കിടമാസം നല്ല മഴ വരേണ്ട സമയം വരുമ്പോൾ ചിലപ്പോൾ വെയിലാണ് നമുക്ക് കിട്ടുന്നത്. ദിവസങ്ങളിലെ കാലാവസ്ഥ അനുസരിച്ച് ചില ചേഞ്ചുകൾ വന്നിട്ടുണ്ട് വർഷങ്ങൾ ഗണനയിൽ. അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഉപാസനാമൂർത്തി ഗുരു ഉപദേശം വെച്ചിട്ട് ഓരോ ഗുരുക്കന്മാർ ചില മന്ത്രങ്ങൾ ഉപദേശിക്കും.
അതിൽ ഉപാസിച്ച് ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഈ ഭഗവാൻ കോപിച്ചാലും ഗുരു രക്ഷപ്പെടുത്തും. ഗുരു കോപിച്ചാൽ ഒരു ഭഗവാനെ രക്ഷിക്കാൻ പറ്റൂല എന്നുള്ളത്. അതാണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര. ഈ ബ്രഹ്മ വിഷ്ണു അതായത് സൃഷ്ടിസ്ഥിതി സംഹാരമാണ് ഇവരുടെയൊക്കെ അത്. വലിയൊരു ശക്തിയുടെ പ്രധാന വകുപ്പ് കൊടുത്തിരിക്കുന്നവർക്ക് അല്ലേ. അപ്പൊ അവരതനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ജീവിതത്തിൽ മുന്നേറണമെന്നും ആത്മീയമായ അന്വേഷണം വേണമെന്നുള്ളവർക്ക് ജീവിതത്തിൽ വിജയിക്കുക. ചില പിള്ളേർ പറയില്ലേ, ഇപ്പൊ മനുഷ്യജന്മം എങ്ങനെ കിട്ടണം? 84 ലക്ഷം ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യ ജന്മം കിട്ടണമെന്നാണ്. ഈച്ച പൂച്ച മരം മാഞ്ചാടിയൊക്കെ ആയിട്ട് നമ്മൾ റെക്കോർഡ് അമ്പലത്തിൽ കേൾക്കാം, ഈച്ചയായതും പൂച്ചയായതും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വെറുതെ ഒരു പാട്ടായിട്ട് മാറിയ പാട്ടാണ്. പക്ഷെ അതിന്റെ ആന്തരാർത്ഥം മനസ്സിലാക്കി നമ്മൾ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഇരുകാലി മൃഗങ്ങളാകാതെ മനുഷ്യനായിട്ട് ജീവിക്കാനും മനുഷ്യത്വത്തോടുകൂടി ജീവിക്കാനും സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ മനുഷ്യജന്മം എടുത്തിട്ട് മൃഗങ്ങളുടെ സ്വഭാവം കാണിക്കുന്ന ആർക്കാണോ അപ്പൊ അവൻ എന്ത് ഗുണമുണ്ട് അല്ലേ? അപ്പൊ നമ്മള് മനുഷ്യത്വമായിട്ട് ആരെ കണ്ടാലും, ഇപ്പൊ ആതിരയെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. നാളെ എവിടെ വെച്ച് കണ്ടാലും ആതിരയല്ലേ, സുഖമല്ലേ, ഒരു നല്ല ചിരിച്ചൊരു വാക്ക് പറയാന്നുള്ള ഒരു സന്തോഷ മനോഭാവം ഉണ്ടെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. ആ കുട്ടി എവിടെ വെച്ച് നമ്മളിവിടെ വെച്ച് മറന്നുപോയി, ചില എങ്ങനെയാണ്. അപ്പൊ അതില്ലാതെ നമ്മളൊരു പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്ന് പറയും. അപ്പൊ എപ്പോഴും മനുഷ്യജന്മത്തിൽ എപ്പോഴും എന്തെങ്കിലും സേവനം ചെയ്യാൻ വേണം. പണം കൂട്ടി വെച്ച് എത്ര കോടീശ്വരനായാലും ഇവിടുന്ന് പോകാൻ പറ്റുമോ? നമ്മൾ വെറും കൈയോടെയാണ് പോണതും വെറും കൈ, ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല. അതിന് ഒരുപാട് എക്സാമ്പിള് നമ്മുടെ ഋഷീശ്വരന്മാർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ മോഡേണായിട്ട് നെപ്പോളിയനും ഇങ്ങനെ കാണിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ പള്ളിക്കാരുടെ കഥ പറയും. വലിയ കോടീശ്വരനായ അച്ഛൻ ശവപ്പെട്ടി കൊണ്ടുപോകാൻ നേരത്ത് കൈ രണ്ടും പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞു. മക്കളൊക്കെ ബിസിനസ്. ലാസ്റ്റ് ഇവരുടെ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛനോട് ചോദിച്ചാൽ പറഞ്ഞു, അച്ഛൻ ഇത്രയും സ്വർണ്ണക്കടയും ഇരുമ്പോടെയൊക്കെ ഉണ്ടാക്കി, പക്ഷെ പോകാൻ നേരത്തൊന്നും കൊണ്ടുപോയില്ലല്ലോ മോനെ. ഭഗവാൻ സായിബാബ ഒരു കഥ പറയും. ഈ നാമം ചൊല്ലിക്കൊണ്ട് അവസാനം പോയി കഴിഞ്ഞാൽ ഈശ്വരപ്രാപ്തി കിട്ടുമെന്നുള്ള ഒരു കഥ പഠിച്ചു കഴിഞ്ഞ ഒരാള് മക്കൾക്കൊക്കെ ഈശ്വരനാമം ഇട്ട് രാമ കൃഷ്ണ ലക്ഷ്മണ എന്നൊക്കെ ഉള്ള പേരുകളൊക്കെ ഇട്ട് മക്കളെയൊക്കെ സ്വർണ്ണക്കട ഇരുമ്പുകട വലിയ തുണിക്കട വലിയ വ്യവസായ ഒക്കെ ഇട്ട് അവസാനം അദ്ദേഹത്തിന്റെ അന്ത്യകാലം വന്നപ്പോൾ ഡോക്ടർമാര് പറഞ്ഞ് അച്ഛനിഞ്ഞ് കൂടിയാൽ കുറച്ച് സമയമുള്ളൂ ജീവിച്ചിരിക്കണം, എല്ലാവരും ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ വൈകിട്ട് ആ നല്ല ബിസിനസ് നടക്കുന്ന സമയത്ത് മക്കളൊക്കെ കടയും കൂട്ടി വന്ന് അച്ഛൻ്റെ ചുറ്റും നിൽക്കുകയാണ്. സദാ ഈശ്വരഭക്തനാണ് ഇയാള്. പക്ഷെ അയാൾ കണ്ണു തുറന്നിട്ട് മണി എത്രയോ ഇപ്പൊ കടയിലൊക്കെ നല്ല കച്ചവടം നടക്കണ സമയമല്ലേ, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കണം? തീർന്നു. നാമം ചൊല്ലി മക്കൾക്ക് പേരിട്ട്, പക്ഷെ ഉപാസന ഇല്ലാത്തതുകൊണ്ടായത് പറയാൻ പറ്റിയില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വര ചൈതന്യം ഉണ്ടെന്നും ആ ഈശ്വരനാണ് എന്നെ കൊണ്ടുപോകുന്നതും വന്നതെന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം വരൂല. പറഞ്ഞുകൊണ്ടോ പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഉപാസനയാണ് നമ്മുടെ ശക്തി.